നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാനിലുള്ളത്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പ്രശ്നങ്ങൾ പാകിസ്ഥാനിലുടനീളമുണ്ട്. IMF-ൽ നിന്ന് $700 കോടി വായ്പ ലഭിക്കുന്നതിന് വേണ്ടി 1.5 ലക്ഷം സർക്കാർ ജോലികൾ നിർത്തലാക്കി എന്ന വാർത്തയും ഇടയ്ക്ക് കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ലോട്ടറി അടിച്ചെന്ന് തന്നെ പറയണം. സ്വർണം ഖനനം ചെയ്തെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് ജില്ലയിൽ സിന്ധു നദിക്കിടയിൽ വൻ സ്വർണശേഖരം കണ്ടെത്തിയതിനെ തുടർന്നാണിത്. സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനമായ നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസും പാകിസ്ഥാൻ മൈൻസ് ആൻഡ് മിനറൽസ് ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് സ്വർണം കുഴിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതിക്ക് പാകിസ്ഥാൻ ഒരു പേരും നൽകിയിട്ടുണ്ട്. അറ്റോക് പ്ലേസർ ഗോൾഡ് പദ്ധതി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പദ്ധതി രാജ്യത്തെ ഖനന മേഖലയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നദിക്കടിയിൽ കണ്ടെത്തിയ സ്വർണശേഖരത്തിന്റെ ഏകദേശ മൂല്യം ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 80,000 കോടിയോളം വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന നദിയാണ് സിന്ധു. 1947-ലെ വിഭജനത്തിന് മുമ്പ് പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധു നദി ഇന്ത്യക്കും പാകിസ്ഥാനും ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രധാനപ്പെട്ടതാണ്. നദിയിൽ സ്വർണം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മേഖലയിൽ പഞ്ചാബ് പ്രവിശ്യ സർക്കാർ നിരോധനാജ്ഞ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വർണം തേടി പ്രദേശവാസികൾ വലിയ തോതിൽ നദിയിൽ സ്വന്തം നിലയ്ക്ക് കുഴിക്കാനും മണലരിക്കാനും തുടങ്ങിയതോടെയായിരുന്നു സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത്. മഞ്ഞുകാലത്ത് നദിയിൽ ജലനിരപ്പ് കുറഞ്ഞ സമയത്തായിരുന്നു ഇത്തരം ശ്രമങ്ങൾ കൂടുതലും ശക്തമായത്. വലിയ സ്വർണശേഖരം കണ്ടെത്തിയെങ്കിലും ഇത് പൂർണ്ണമായി ഖനനം ചെയ്തെടുക്കുക പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. കരയിലെ ഖനനത്തെക്കാൾ ഇരട്ടിയിലേറെ ചെലവാണ് നദിയിലെ ഖനനത്തിന്. നദിക്കടിയിൽ സ്വർണം ഖനനം ചെയ്യുന്നതിന് ഇങ്ങനെ നിരവധി വെല്ലുവിളികൾ പാകിസ്ഥാന് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം പാകിസ്ഥാൻ സ്വീകരിച്ചേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന പാകിസ്ഥാനിൽ UAE-യും സൗദി അറേബ്യയും വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്ന വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഖനികളിൽ തുടങ്ങി പാകിസ്ഥാന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരെ ഇത്തരത്തിൽ നിക്ഷേപം ഉണ്ടായി എന്നാണ് വിവരം. ഇതിനു പുറമെ പ്രത്യേക വായ്പകളും ഈ രാജ്യങ്ങൾ പാകിസ്ഥാന് നൽകി വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഇത്തരം സഹായങ്ങൾ പാകിസ്ഥാൻ ഏറെ പ്രയോജനം ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.